ഇന്നലെ ഞാൻ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഡൗട്ട് ഞാൻ ആൻസർ ചെയ്തു. അതായത് എൻ്റെ ഒരു പുതിയ ക്ലയന്റ് പുള്ളിക്കാരത്തേക്ക് ഞാൻ വർക്കൗട്ട് പ്രോഗ്രാം അയച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിൽ അറ്റാച്ച് ചെയ്ത വർക്കൗട്ട് വീഡിയോസ് ഒക്കെ ആണുങ്ങൾ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചു, ഇതിൽ മൊത്തം ആണുങ്ങൾ ചെയ്യുന്ന വീഡിയോ ആണല്ലോ, ഇതുപോലെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ആണുങ്ങളെ പോലെ മസ്കുലർ ആവില്ല എന്നുള്ളത്. ഇപ്പോഴും പല ലേഡീസിനും ഒരു തെറ്റിദ്ധാരണയുണ്ട്, വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ മസ്കുലറോ ബൾക്കപ്പോ ആവോ എന്നുള്ളത്. സോ ഈ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിത്തരാം. ഞാനിപ്പോൾ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസിലൊന്നും പോകുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, മെൻ ആൻഡ് വുമൻ ഹാവ് ടു ഡിഫറെന്റ് ഹോർമോണൽ കോമ്പോസിഷൻ. അതിൽ തന്നെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ പ്രൈമറി മസിൽ ബിൽഡിംഗ് ഹോർമോൺ മെന്നിന് വുമനെക്കാളും ഒരു 15 to 20 ടൈംസ് ഗ്രേറ്റർ ലെവലിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് മസിൽ ബിൽഡ് ചെയ്യാനും മസ്കുലർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ് കമ്പയർഡ് ടു വുമൺ. ദെൻ ബോഡി കോമ്പോസിഷൻ, അതായത് പൊതുവെ മെന്നിന് വുമനെക്കാളും ലീൻ മസിൽ മാസ് കൂടുതലാണ് ആൻഡ് കമ്പാരിറ്റീവ്ലി ഫാറ്റ് പെർസെന്റേജ് കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ ഫാസ്റ്റർ റേറ്റിൽ മസിൽ ബിൽഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് കമ്പയർഡ് ടു വുമൺ. സോ നിങ്ങളിപ്പോൾ എന്നോട് ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾ വേറെയും കുറേ ലേഡീസിനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ കുറേ പേര് ബൾക്കപ്പ് മസ്കുലർ ഒക്കെ ആണല്ലോ എന്നുള്ളത്. നിങ്ങൾ ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ കാണുന്ന എല്ലാവരും നാച്ചുറൽ ഒന്നല്ല. ഇതിൽ കുറച്ച് പേര് പ്രൊഫഷണൽ ആയിട്ട് പോകാൻ വേണ്ടി തന്നെ മസ്കുലർ ലുക്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് മസിൽ എൻഹാൻസിങ് ഡ്രഗ്സ് അടക്കം യൂസ് ചെയ്യാറുണ്ട്. സോ വെറുതെ വെയിറ്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ട് അവരെ പോലെ ബൾക്കപ്പ് ആവുന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ദയവേത് മാറ്റിയേക്കും. ആൻഡ് അതിൽ വേറെ കുറച്ച് പോപ്പുലേഷൻ ആൾക്കാരുണ്ട്, അതായത് നാച്ചുറലി തന്നെ ബൾക്കപ്പ് മസ്കുലർ ലുക്കിലോട്ട് എത്തുന്ന ആൾക്കാർ. മേ ബി അവരുടെ ഒരു ജനറ്റിക് ഫാക്ടർ കാരണം ഓർ അതർ ഹോർമോൺ വേരിയേഷൻ കാരണമായിരിക്കും. സോ സിംപ്ലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആണുങ്ങൾക്കായാൽ പോലും മസിൽ ബിൽഡ് ചെയ്യുന്ന വെച്ചാൽ അത്ര എളുപ്പ പരിപാടിയൊന്നുമല്ല. ഇതൊരു വലിയ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതിന് അത്യാവശ്യം നല്ല ഡെഡിക്കേഷൻ, കൺസിസ്റ്റൻസി, പേഷ്യൻസ്, ഡിസിപ്ലിൻ എല്ലാം വേണം. ആൻഡ് വർക്ക്ഔട്ട് പ്രോഗ്രാമും ന്യൂട്രീഷൻ പ്രോഗ്രാമും ഒക്കെ ടു ദ പോയിന്റ് നമ്മൾ ഫോളോ ചെയ്യണം. അതല്ലാതെ 2 ദിവസം ഡമ്പൽ എടുത്തോണ്ടോ 2 ദിവസം ജിമ്മിൽ പോയോണ്ടൊന്നും ആരും മസ്കുലർ ആവാൻ പോണില്ല.